പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ പോവുകയാണ്. അപ്പം വിഷയം എന്ന് വെച്ചാൽ പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദത്തിൽ ഇന്ന് കൂടുതൽ ദൃശ്യങ്ങൾ കൂടിയൊക്കെ പുറത്തു വന്നല്ലോ. അപ്പോൾ അതിന് പിന്നാലെ CPIM വെട്ടിലായിരിക്കുകയാണ്. തോൽവി ഭയന്ന് വർഗീയത പറഞ്ഞ് വോട്ടാക്കുന്നു എന്ന ആരോപണം UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ ആവർത്തിക്കുന്നുമുണ്ട്. വർഗീയ ധ്രുവീകരണത്തിനുള്ള സംഘടിത ശ്രമമാണ് TP രാമകൃഷ്ണന്റെ ന്യായീകരണം. ഈ വിഷയത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമെന്നും നടപടി വേണമെന്നും UDF ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം പേരാമ്പ്രയിലെ രണ്ടാമത്തെ വിവാദ പ്രചാരണത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടെ LDF പ്രതിരോധത്തിലായോ എന്നാണ് ചോദ്യം. ജനങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളതെന്ന് കേൾക്കാം. ആകാശ് സേരക റിപ്പോർട്ടിലേക്ക്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പേരാമ്പ്രയിൽ അനൗൺസ്മെന്റ് വിവാദം വീണ്ടും വലിയ ചർച്ചയാക്കുകയാണ് UDF. പുതിയ ദൃശ്യങ്ങൾ കൂടി പുറത്തുവിട്ടിട്ടാണ് UDF പ്രചരണമാക്കുന്നത്. ഇത് LDFനെ പ്രതികൂലമായി ബാധിക്കുമോ? LDFന്റെ പ്രതിരോധം തകർക്കുമോ? നമുക്ക് പൊതുജനങ്ങളോട് ചോദിക്കാം. ഉണ്ട്, അത് ശരിക്ക് ആൾക്കാരെ ബാധിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ അനൗൺസ്മെന്റ് വിഷയം വലിയ ചർച്ചയായി തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ചർച്ചയാവോ? ആവാം. LDFന് ഒരു ദോഷം ചെയ്യിക്കോ? തീർച്ചയായിട്ടും. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നത് അറിയില്ലല്ലോ. അങ്ങനൊന്നും കരുതുന്നില്ല, അങ്ങനൊന്നും പറയാൻ കഴിയില്ല. LDFനെ അത് പ്രതികൂലമായിട്ട് ബാധിക്കില്ല എന്താ വെച്ചാൽ UDF അത് ഭയങ്കര പ്രചരണമാക്കുന്നുണ്ട്. അതപ്പോൾ പൊളിറ്റിക്കലി ഒന്നും പറയുന്നില്ല, എന്നാലും നല്ലത് സംഭവിക്കട്ടെ. ഇലക്ഷനൊക്കെ ആകുമ്പോൾ അങ്ങനത്തെ കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള കൂട്ടിയാൽ മതിയാണ്. അപ്പോൾ ജനങ്ങളെ കയ്യിലിരിക്കുന്ന ആയുധമല്ലേ, അപ്പോൾ ജനങ്ങളെ കയ്യിലിരിക്കുന്ന ആയുധം ആയിരിക്കുകയാണെന്നുള്ളത് പറയാൻ പറ്റൂല. വില പോകുന്ന പാർട്ടി ആകുമ്പോൾ എങ്ങനെയൊക്കെയാണ് മറിയാനും സാധ്യത ഉണ്ടാകുമ്പോൾ മറിഞ്ഞ് കിട്ടും ചെയ്യും. പക്ഷെ മുൻഗണനയിൽ അവിടെ ആരാണ് എന്താന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊന്നുമില്ല. അതെങ്ങനെ ആയാലും നമ്മളെ സർക്കാർ തന്നെ വരുള്ളൂ. ആ സർക്കാരിന് മുൻകൂട്ടി നമുക്ക് പറയാനുള്ളൂ. അത് അങ്ങനെ CPMന്റെ പാർട്ടി തന്നെ എത്തും ചെയ്യും. LDFിൽ ബാധിക്കുമെന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷം കുറയുമെന്നല്ലാതെ പരാജയപ്പെടുന്ന കാര്യം കുറവാണ് LDF പേരാമ്പ്രയിൽ. കാരണം നല്ല ഭൂരിപക്ഷം കുറയും. കഴിഞ്ഞ പ്രാവശ്യം 10-25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ TP രാമകൃഷ്ണൻ ജയിച്ച ആളാണ്. പക്ഷെ അതൊരു ഇപ്രാവശ്യം ഒരു 5-10 ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഇല്ലെങ്കിലും എന്നാലും ചെറിയൊരു ഇതുണ്ടാവും, അതിലൊരു ഇതുണ്ടാവും. അല്ല, വർഗീയതേൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. LDF അല്ല, UDFന് സാധ്യതയാണ്. UDFക്ക് അവിടെ ഇതാകുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് ഇല്ലാത്തല്ലേ പറയണേ പോലെ വണ്ടിയിൽ നിന്ന് അതിനെ അലൗൺസ് ചെയ്തു അതിന് ബാധിക്കാൻ സാധ്യത ഇല്ല. LDFനെ ബാധിക്കുന്നില്ല. LDFിൽ പിന്നെ TP തന്നെ മുന്നേറും, നല്ല ശക്തമായ ഭൂരിപക്ഷം ഉണ്ടാവും. കുറച്ച് ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പൊതുവെ അതിന് മുന്നും അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ, ഈ വിവാദങ്ങളുണ്ടായിരുന്നല്ലോ, അത് ഷാഫി ജയിക്കാൻ കാരണമായിട്ടുണ്ട്. അതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ അനൗൺസ്മെന്റ് വിവാദം വലിയ രീതിയിൽ ചർച്ചയാക്കുകയാണ് UDF. എന്നാൽ അത് പ്രതികൂലമായി LDFന് ബാധിക്കില്ല എന്ന് നിരവധി പേർ പറയുന്നു. കൂടാതെ അത് UDFന് അനുകൂലമാവുമെന്നും പൊതുജനങ്ങൾ പറയുന്നു. കോഴിക്കോട് നിന്നും ആകാശ് തടത്തിൽ, ന്യൂസ് മലയാളം.